ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്റെ നര എങ്ങനെയാണ് കറുപ്പിക്കുന്നതെന്നാണ്. എന്തായാലും കാശ് കുറച്ച് ലാഭിക്കാമെന്ന് വിചാരിച്ച് വീട്ടിൽ തന്നെ കളർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇത് വാങ്ങിച്ചത്. ഇത് ഞാൻ ടാഗ് ചെയ്തേക്കാം. ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. സ്വാർട്സ്കോഫിന്റെയാണ്. ഇമ്പീരിയൽ ബ്രൗൺ എന്ന് പറഞ്ഞാൽ എന്ത് ബ്രൗൺ ആണോ എന്തോ. ഇതിന്റെ അകത്ത് വരുന്നത് ഡെവലപ്പറിന്റെ ഒരു കുപ്പി, പിന്നെ കളർ ട്യൂബ്, അതിനുശേഷം 2 ട്രീറ്റ്മെന്റ് മാസ്ക്. ഒരെണ്ണം നമ്മൾ ഉടനെ തന്നെ യൂസ് ചെയ്യേണ്ടതും ഒരെണ്ണം 3 വീക്സ് കഴിഞ്ഞിട്ട്. ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്, അതേപോലെ ഗ്ലൗസ് ഉണ്ട്. ഇൻസ്ട്രക്ഷൻ മാനുവൽ നന്നായിട്ട് പഠിച്ചു നോക്കിയിട്ട് വേണം ആദ്യമായിട്ട് ചെയ്യാൻ കേട്ടോ. ഗ്ലൗസ് ഇട്ടു. ഇനി ഡെവലപ്പറും കളറും കൂടെ മിക്സ് ചെയ്യണം. അതിനുവേണ്ടി ഈ ട്യൂബിലെ കളർ ഇങ്ങനെ കുത്തിപ്പൊളിച്ച്, ഇതിന്റെ ആയുധം ഈ ക്യാപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ക്യാപ്പ് തിരിച്ചു വെച്ചൊന്ന് കുത്തിയാൽ മതി, അപ്പോഴത്തേനും ഇത് തുറന്നു വരും. ഈ ട്യൂബിലെ കളർ ഡെവലപ്പറുമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ആദ്യം ഗ്ലൗസ് ഇട്ട് ചെയ്തെങ്കിലും പിന്നെ ഗ്ലൗസ് ഒക്കെ മാറ്റി. രാജേഷിന്റെ അമ്മ ഇടിയപ്പം ഉണ്ടാക്കുന്ന അതേ ലാഘവത്തോടെയും പ്രസന്ന വദനത്തോടെയുമാണ് ഞാൻ ഈ പ്രവൃത്തി ചെയ്തത്. എന്നിട്ട് ഇത് നന്നായിട്ട് കുലുക്കണം. ഏത് മുദ്ര യൂസ് ചെയ്തും ഇത് കുലുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് ഷേക്ക് ചെയ്ത് നന്നായിട്ട് ഇത് മിക്സ് ആയതിനു ശേഷം നമ്മൾ ഇതിന്റെ ടോപ്പ് പാർട്ട് കട്ട് ചെയ്ത് കളയണം. എന്തായാലും കട്ട് ചെയ്ത് കളയാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. അമ്പാനെ ഗണ്ണെടുക്കെന്ന് പറയാൻ അമ്പാനും ഇല്ല, ഗണ്ണും ഇല്ല. അതുകൊണ്ട് അടുക്കളയിൽ നിന്ന് ഞാൻ തന്നെ കത്തി കൊണ്ടുവന്ന് ഇതിന്റെ കഴുത്തറുത്തു. എന്തായാലും ട്യൂബ് ഇപ്പൊ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഡയറക്റ്റ് ആയിട്ട് ഹെയറിലോട്ട് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അതിന് മുന്നേ ഗ്ലൗസ് ഇടാൻ മറക്കരുത്. ഗ്ലൗസ് ഇട്ടില്ലെങ്കിൽ കയ്യിലൊക്കെ പറ്റും. അതേപോലെ സ്കിന്നിലൊന്നും പറ്റാതെ അപ്ലൈ ചെയ്യുന്നത് ഒരു കല തന്നെയാണ്. അതുകൊണ്ടാണ് സലൂണിൽ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ചെയ്യിക്കുന്നത്. കളർ അപ്ലൈ ചെയ്തിട്ട് ഫിംഗർ ടിപ്സ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. എല്ലാ മുടിയിലും ഇത് കവർ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും ത്രൂ ഔട്ട് ദ ഹെയർ ഇങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ ഇന്ന് റൂട്ട് ടച്ചപ്പ് മാത്രമാണ് ചെയ്യുന്നത്. വീട്ടിൽ ഹെയർ കളർ ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് പറ്റുന്നത്. കണ്ടോ, നെറ്റിയിൽ ഇഷ്ടംപോലെ കളർ ആക്കിയിട്ടുണ്ട്, അതേപോലെ കയ്യിലും ആക്കിയിട്ടുണ്ട്. ഇതിപ്പോ എത്ര കാലം ഇരിക്കുമെന്ന് അറിയില്ല. ആരും എപ്പോഴോ പറഞ്ഞു തന്ന ട്രിക്കാണ്. നെയിൽ പോളിഷ് റിമൂവർ ഒരു കോട്ടൺ പാഡിൽ എടുത്തിട്ട് അവിടെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്റ്റെയിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു വരും. ഇത് വർക്ക് ആവുന്നുണ്ട്. കളർ അവിടെ മാഞ്ഞു പോയിട്ടുണ്ട്. കയ്യിലെ നന്നായിട്ട് പോയി, പക്ഷെ നെറ്റിയിലത് കുറച്ച് കുറഞ്ഞെന്നേ ഉള്ളൂ. മുടിയുടെ ഉള്ളിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ആവാൻ വേണ്ടി ഇങ്ങനെ ഒരു ബ്രഷ് യൂസ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇത് ഏതോ ഒരു കളറിന്റെ കൂടെ എനിക്ക് ഫ്രീ കിട്ടിയതാണ്. ആമസോണിലൊക്കെ കിട്ടുമെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി 30 മിനിറ്റ് വെയിറ്റിംഗ് പീരിയഡ് ആണ്. അത് കഴിഞ്ഞിട്ട് മാക്കിന്റെ ബ്രഷ് ക്ലീനർ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് തോന്നി സ്റ്റെയിൻസ് റിമൂവ് ചെയ്യാൻ. എന്റെ കയ്യിലൊക്കെ പറ്റി പിടിച്ചിരുന്ന സ്റ്റെയിൻസ് ഒക്കെ വളരെയധികം പോയിട്ടുണ്ട് ഇത് യൂസ് ചെയ്തപ്പോൾ. മിക്സ് ചെയ്ത കളർ ബാക്കി വന്നാൽ വേറെ ഒന്നും ചെയ്യണ്ട, അങ്ങ് എടുത്ത് കളയുക, അത്ര തന്നെ. അതിനി യൂസ് ചെയ്യാൻ പാടേയില്ല. ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അടുക്കള ജോലി ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ ചെയ്തിട്ട് പതുക്കെ ഹെയർ കഴുകുക. എന്തായാലും ഹെയർ കഴുകുമ്പോഴും ഗ്ലൗസ് ഇടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വീണ്ടും ചെറിയ ചൂടുവെള്ളത്തിൽ വെറുതെ കഴുകുന്നേ ഉള്ളൂ. ഷാമ്പു ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഈ വാട്ടർ ക്ലിയർ ആയിട്ട് പോകുന്നത് വരെ കഴുകിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇഷ്ടംപോലെ വെള്ളം ചെലവാകും. അതുകൊണ്ട് ടാങ്കിലെ വാട്ടർ ലെവൽ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഹെയർ കളറിലോട്ട് കടക്കുക. ടവൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്തതിന് ശേഷമാണ് ട്രീറ്റ്മെന്റ് മാസ്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഈ ട്രീറ്റ്മെന്റ് മാസ്ക് അപ്ലൈ ചെയ്യുമ്പോഴേ നമ്മുടെ ഹെയറിനൊരു സോഫ്റ്റ്നെസ് വരുള്ളൂ, ഒരു ഗ്ലോയിങ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ ഷാംപൂ കണ്ടീഷണർ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ആകെ വെള്ളവും പിന്നെ ഈ ട്രീറ്റ്മെന്റ് മാസ്ക് മാത്രമാണ് ഇന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ ലെങ്ത് ഓഫ് ദ ഹെയറിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് കഴുകി കളഞ്ഞാൽ മതി. ഇത്രയേ ഉള്ളൂ ഈ പ്രോസസ്. ഹെയർ വാഷിന് ശേഷം വെള്ളം ഇറ്റിറ്റ് വീഴുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഞാനൊന്ന് ഡ്രൈ ചെയ്തു. ചെറുതായിട്ടൊന്ന് ഡ്രൈ ചെയ്തതേ ഉള്ളൂ. ഫുള്ളായിട്ട് ഒരു ബ്ലോ ഡ്രൈ ഒന്നും ചെയ്തിട്ടില്ല. പല്ലകന്ന് ഒരു കോംബ് യൂസ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കോംബ് ചെയ്തും കൊടുത്തു. ഇതിനുശേഷം ഞാനൊരു സിറം അപ്ലൈ ചെയ്യാണ്. ലോറിയൽ പാരിസിന്റെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ ഹെയർ സിറമാണ് ഞാൻ എപ്പോഴും അപ്ലൈ ചെയ്യുന്നത്. ഇത് മുടിയെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആക്കാനും പിന്നെ ഈ ഫ്രിസിനെസ് ഒക്കെ ഒന്ന് ഒഴിവാക്കാനും സഹായിക്കും. ഹെയർ കളറിന്റെ ഫൈനൽ റിസൾട്ട് കാണാം. നന്നായിട്ട് ഗ്രേസ് ഒക്കെ കവർ ആയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഈ ഒരു റിസൾട്ടിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഹെയർ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഒട്ടും തന്നെ ഡ്രൈ ആക്കിയിട്ടുമില്ല. എന്തായാലും നമ്മുടെ ഹെയർ കളറിംഗ് സക്സസ് ആയിട്ടുണ്ട്. 3 വീക്സിന് ശേഷം ഈ ഒരു ട്രീറ്റ്മെന്റ് മാസ്കും അപ്ലൈ ചെയ്യേണ്ടതാണ്. ഓർക്കുമോ എന്താ? ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.